ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഓൺ സർഫസ് സബ്മേർജ്ഡ് ഇൻ ലിക്വിഡ്. ഒരു ലിക്വിഡിനകത്ത് സബ്മേർജ് ചെയ്തിരിക്കുന്ന സർഫസിലുള്ള ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ലിക്വിഡ് സ്റ്റേഷനറി ആണ്. ലിക്വിഡ് എന്താണ്? സ്റ്റേഷനറി ആയിട്ട് നിൽക്കുവാണ്. ലിക്വിഡ് മൂവ് ചെയ്യുന്നില്ല. ലിക്വിഡ് മൂവ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അതിനകത്ത് എന്തില്ല? അതിനകത്ത് ഫ്ലൂയിഡ് ലെയേഴ്സ് തമ്മിൽ എന്തില്ല? ഫ്രിക്ഷൻ ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ അതിനകത്ത് എന്താണ്? ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നില്ല. ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ എന്നാണ്. അപ്പോൾ ഇതിനകത്ത് ഡി യു ഇല്ല. ഡി യു എന്ന് വെച്ചാൽ എന്താണ്? രണ്ട് ലെയർ ഓഫ് ഫ്ലൂയിഡ് തമ്മിൽ റിലേറ്റീവ് വെലോസിറ്റി ഒന്നും ഇല്ല. ഓക്കെ, സോ ഡി യു ബൈ ഡി വൈ എന്ന് പറയുന്നത് 0 ആണ്. ഇത് സ്റ്റേഷനറി ഫ്ലൂയിഡ് ആണ്. സോ സ്റ്റേഷനറി ഫ്ലൂയിഡിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ടൈപ്പ് ഫോഴ്സേ ഉള്ളൂ. ഒന്ന് ആ ഫ്ലൂയിഡിൻ്റെ പ്രഷർ, ഫ്ലൂയിഡിൻ്റെ പ്രഷർ റോ ജി എച്ച്, അത് കാരണമുള്ള പ്രഷർ ഫോഴ്സ്. രണ്ടാമത്തെ ഫോഴ്സ് ആ ഫ്ലൂയിഡിൻ്റെ വെയിറ്റ്, ഫ്ലൂയിഡിന് മാസ് ഉണ്ട്, ആ ഫ്ലൂയിഡിൻ്റെ മാസ് കാരണം ഉണ്ടാകുന്ന വെയിറ്റ് എം ജി. ഈ രണ്ട് ടൈപ്പ് ഫോഴ്സസ് ആയിരിക്കും ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സ് കാരണം തന്നെ എന്താണ്? ഈ ഒരു ലിക്വിഡിനകത്ത് ഏതെങ്കിലും ഒരു സർഫസ് ഉണ്ടെങ്കിൽ, ലിക്വിഡിനകത്ത് ഏതെങ്കിലും ഒരു സർഫസ്, ആ സർഫസ് എന്താവാം? നമ്മുടെ ഗേറ്റ് ആവാം, ഗേറ്റ് വാൽവിൻ്റെ ഡാമിൻ്റെ ഗേറ്റ് ആവാം. അതുപോലെ തന്നെ ഒരു ലിക്വിഡ് സ്റ്റോറേജ് ടാങ്കിൻ്റെ സൈഡ് വാളാവാം, അപ്പോൾ ഈ ഒരു സർഫസുകളിലൊക്കെ എന്ത് ചെയ്യും? ഈ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യും. എല്ലായിടത്തും പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യും. എവിടെയൊക്കെ ലിക്വിഡ് കോണ്ടാക്റ്റിൽ വരുന്നുണ്ടോ അവിടെ എല്ലാം ഈ ലിക്വിഡ് എന്ത് ചെയ്യും? ഫോഴ്സുകൾ കൊടുക്കുന്നുണ്ടാവും, അപ്പോൾ ആ കൊടുക്കുന്ന ഫോഴ്സ് നമ്മൾ പ്രഷർ ഫോഴ്സ് എന്ന് പറയും. കാരണം ആ പ്രഷർ കാരണമാണ് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിന് പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പ്രഷർ ഫോഴ്സ് നേരത്തെ പഠിച്ചതാണ്. എന്താണ് പ്രഷർ ഫോഴ്സ്? ഈക്വൽ ടു ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ഇൻറ്റു ഏരിയ, ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ഇൻറ്റു ഏരിയ, പി ഇൻറ്റു എ ഈസ് ഈക്വൽ ടു എന്താണ്? പ്രഷർ ഫോഴ്സ് എന്ന് നമ്മൾ കണ്ടതാണ്. പക്ഷെ നമുക്ക് എല്ലാ സമയത്തും ഇതുപോലെ നമുക്ക് പ്രഷർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ കഴിയില്ല, പ്രഷർ ഫോഴ്സ് പി ഇൻറ്റു എ എന്ന് പറയണമെങ്കിൽ ഈ പ്രഷർ പിയുടെ വാല്യൂ എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. ആ സർഫസിലെ എല്ലാ പോയിന്റ്സിലും ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? പി ഇൻറ്റു എ എന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പി ഇൻറ്റു എ എന്ന് ചെയ്യാൻ പറ്റാത്ത കേസുകളുണ്ട്. ചില കേസുകളിൽ എന്തായിരിക്കും? ഒരു സർഫസിലെ എല്ലാ പോയിന്റിലും ആക്ട് ചെയ്യുന്ന പ്രഷർ എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. പല പല ഇൻറ്റൻസിറ്റി പ്രഷർ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഡിഫറെൻ്റ് മെത്തേഡുണ്ട്. സോ ആ മെത്തേഡുകളായിരിക്കും ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം ഏതൊക്കെ ടൈപ്പ് സർഫസസ് ഉണ്ടെന്ന് നോക്കാം. ഒരു ലിക്വിഡിനകത്ത് എന്തൊക്കെ ടൈപ്പ് സർഫസസ് വരാം, സോ നമുക്കറിയാം വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ് വരാം. വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ് എന്ന് വെച്ചാൽ എന്താണ്? സൈഡ് വാള്. ഒരു സ്വിമ്മിംഗ് പൂളാണ്, ആ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡ് വാള് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് വെർട്ടിക്കൽ ആയിട്ടുള്ള സർഫസ് ആണ്. അതുപോലെ അതിൻ്റെ ഏറ്റവും ബോട്ടം ആയിട്ടുള്ള ആ ഫ്ലോർ, സ്വിമ്മിംഗ് പൂളിലെ ഏറ്റവും ബോട്ടം ഫ്ലോർ, അതെന്താണ്? ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസ് ആണ്, അത് ഹൊറിസോണ്ടൽ ആയിട്ട് നിൽക്കുന്ന സർഫസ് ആണ്. ഇനി വേണമെങ്കിൽ എന്താണ്? ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പ്ലെയിൻ സർഫസ് വരാം. ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സർഫസ്, ഇൻക്ലൈൻഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ആംഗിളിൽ ഇങ്ങനെ നിൽക്കുന്ന സർഫസ് വരാം. അപ്പോൾ ഇനി എന്താണ്? കർവ്ഡ് പ്ലെയിൻ സർഫസ് വരാം. അത് നമ്മുടെ സബ്മറൈൻസ്, അതായത് നമ്മുടെ എന്താ പറയുക, ഏതെങ്കിലും ഒരു കപ്പലോ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന അന്തർവാഹിനികളോ അതിൻ്റെയൊക്കെ സർഫസുകൾ എന്താണ്? കർവ്ഡ് ആണ്. അപ്പോൾ ആ കർവ്ഡ് ആയിട്ടുള്ള സർഫസുകളിൽ എത്ര പ്രഷർ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ഈ സർഫസ് പല രീതിയിലാവാം. വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ് ആവാം, ലിക്വിഡിനകത്ത് സബ്മർജ് ചെയ്തിരിക്കുന്നത്. ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസ് ആവാം, ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസ് ആവാം, കർവ്ഡ് പ്ലെയിൻ സർഫസ് ആവാം. അപ്പോൾ ഇത് 4 കേസിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി പ്രഷർ ഫോഴ്സ്. പ്രഷർ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? എത്രത്തോളം പ്രഷർ ഫോഴ്സ് ആ സർഫസ് ഏരിയയിൽ ആക്ട് ചെയ്യുന്നുണ്ട്? ആ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ, പ്രഷർ ഫോഴ്സിൻ്റെ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ. ഏതൊരു ഫോഴ്സ് ആണെങ്കിലും അതിനൊരു പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഫോഴ്സ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ് ഓൺ എ പോയിന്റ്. ആ ഫോഴ്സ് എന്താണ്? ഏത് പോയിന്റിലാണ് കോൺസെൻട്രേറ്റഡ് ആയിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അതിന് നമ്മൾ എന്താ പറയും? പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ദാറ്റ് ഫോഴ്സ് എന്ന് പറയും. അതിന് വേറൊരു പേരുണ്ട്, എന്താണ്? സെൻറ്റർ ഓഫ് പ്രഷർ. അപ്പോൾ പ്രഷർ ഫോഴ്സ് കോൺസെൻട്രേറ്റഡ് ആയിരിക്കുന്ന പോയിന്റിന് പറയുന്ന പേരാണ് സെൻറ്റർ ഓഫ് പ്രഷർ. ഓക്കെ,